തെലങ്കാനയിലെ സംഗാറെഡ്ഡി ജില്ലയിലെ പ്രണയത്തിന്റെ പേരിൽ ഒരു യുവ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ക്രൂരമായ മർദ്ദനമേറ്റ് ദാരുണാന്ത്യം. കല്യാണം സംസാരിക്കാനെന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ വീട്ടുകാർ വിളിച്ചു വരുത്തി ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് തലക്കടിച്ചാണ് വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക വിവരം. സംഭവത്തിൽ പോലീസ് കൊലപാതകത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊല്ലപ്പെട്ടത് മൈസമ്മഗുഡയിലെ സെന്റ് പീറ്റേഴ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ ബിടെക് വിദ്യാർത്ഥിയായ ജ്യോതി ശ്രാവൺ സായി ആണ്. വിദ്യാർത്ഥി കുത്തുല്ലുള്ളാപുരിയിൽ വാടകമുറിയിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. സംഭവത്തിന് പിന്നിൽ ദുരഭിമാനക്കൂലിയുടെ സാധ്യതകളാണ് പോലീസ് പ്രധാനമായും സംശയിക്കുന്നത്. കൊല്ലപ്പെട്ട ശ്രാവൺ ബീരംഖുഡയിലെ ഇസുകാബാവി സ്വദേശിനി ശ്രീജയുമായി പ്രണയബന്ധത്തിലായിരുന്നു. ശ്രീജയുടെ കുടുംബത്തിന് ഈ ബന്ധത്തോട് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ഇരുവരും ഒരേ പ്രായക്കാരാണെങ്കിലും ജാതീയമോ സാമൂഹികമോ ആയ കാരണങ്ങൾ കൊണ്ടാണ് കുടുംബ ബന്ധത്തെ എതിർത്തതെന്നാണ് സൂചനകൾ. ശ്രീജയുടെ കുടുംബത്തിന് ഈ ബന്ധത്തോട് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ഇരുവരും ഒരേ പ്രായക്കാരാണെങ്കിലും ജാതീയമോ സാമൂഹികമോ ആയ കാരണങ്ങൾ കൊണ്ടാണ് കുടുംബം ബന്ധത്തെ എതിർത്തതെന്നാണ് സൂചനകൾ. ശ്രാവണിനോട് ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ വീട്ടുകാർ പലതവണ രണ്ടുപേരെയും വഴക്ക് പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ ഭീഷണികളൊന്നും വകവെക്കാതെ ശ്രാവൺ പ്രണയത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ശ്രാവൺ പിന്മാറാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ശ്രീജയുടെ വീട്ടുകാർ പുതിയ തന്ത്രം ആസൂത്രണം ചെയ്തത്. വിവാഹത്തിന് സമ്മതമാണെന്നും കല്യാണക്കാര്യം ചർച്ച ചെയ്യാനായി വീട്ടിലേക്ക് വരാനും അവർ ശ്രാവണിനെ വിളിച്ചു വരുത്തി. ഈ ക്ഷണത്തിൽ ശ്രാവൺ വളരെയധികം സന്തോഷിച്ചു. തന്റെ പ്രണയത്തിന് ഒടുവിൽ വീട്ടുകാരുടെ അംഗീകാരം ലഭിച്ചെന്ന് വിശ്വസിച്ച് യാതൊരു സംശയവുമില്ലാതെ വിദ്യാർത്ഥി ശ്രീജയുടെ വീട്ടിലെത്തി. ശ്രാവൺ വീട്ടിലെത്തിയ ഉടൻ തന്നെ ശ്രീജയുടെ വീട്ടുകാർ ആസൂത്രിതമായി ആക്രമണം ആരംഭിക്കുകയായിരുന്നു. കല്യാണ ചർച്ചയ്ക്കായി കാത്തിരുന്ന ശ്രാവണിനെ അവർ വളഞ്ഞിട്ട് ആക്രമിച്ചു. ക്രൂരമായ മർദ്ദനത്തിനാണ് ശ്രാവൺ ഇരയായത്. ക്രിക്കറ്റ് ബാറ്റാണ് പ്രധാനമായും ആക്രമണത്തിനായി ഉപയോഗിച്ചത്. തലയ്ക്ക് മാരകമായി പരിക്കേൽപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് പ്രതികൾ മർദ്ദനം നടത്തിയത് എന്ന് പോലീസ് സംശയിക്കുന്നു. മർദ്ദനത്തിൽ അവശനിലയായ ശ്രാവണിനെ കുടക്കപ്പള്ളിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഉടൻ തന്നെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ വെച്ച് മരണം സ്ഥിരീകരിക്കുക. പോലീസ് നടത്തിയ പരിശോധനയിൽ തലക്കേറ്റ മാരകമായ പരിക്കുകളാണ് മരണത്തിന് പ്രധാന കാരണമായതെന്ന് കണ്ടെത്തി. കൂടാതെ ശ്രാവണിന്റെ കാലുകൾക്കും വാരിയലുകൾക്കും മുറിവുകളും ഒടിവുകളും സംഭവിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് അമീൻപൂർ പോലീസ് കൊലപാതകത്തിന് കേസെടുത്തിട്ടുണ്ട്. പ്രതികൾ കുറ്റകൃത്യത്തിനായി ഉപയോഗിച്ച ക്രിക്കറ്റ് ബാറ്റും സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തു. ആക്രമണത്തിൽ നേരിട്ടും അല്ലാതെയും ആരെല്ലാം പങ്കാളികളായിട്ടുണ്ട് എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പെൺകുട്ടിയുടെ വീട്ടുകാരാണ് പ്രതിസ്ഥാനത്തുള്ളതെങ്കിലും കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രണയബന്ധങ്ങളെ എതിർത്ത യുവാക്കളെ കൊലപ്പെടുത്തുന്ന ദുരഭിമാന കൊലപാതകങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുന്നതിന്റെ ഭയാനകമായ മറ്റൊരു ഉദാഹരണമാണ് ഈ സംഭവം. പ്രതികളെ ഉടൻ തന്നെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളും പൊതുസമൂഹവും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ പ്രദേശത്ത് വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ശ്രീജയുടെ വീട്ടുകാരെ ചോദ്യം ചെയ്യുന്നതിലൂടെ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളും കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യവും പോലീസിന് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംഘർഷഭരിതമായ ഈ അന്തരീക്ഷത്തിൽ പ്രണയബന്ധങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത കടുംപിടുത്ത നിലപാടുകൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.